ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പതുക്കെ ആണെങ്കിലും വർദ്ധിച്ചു വരുന്ന രണ്ട് പ്രധാനപ്പെട്ട കണ്ടീഷൻസാണ് ഓസ്റ്റിയോപീനിയ അതുപോലെ ഓസ്റ്റിയോപൊറോസിസ്. നമ്മുടെ അസ്ഥികളുടെ അല്ലെങ്കിൽ എല്ലുകളുടെ സാന്ദ്രത, അതിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ്. തുടക്കത്തിൽ ഇത് പലപ്പോഴും വ്യക്തമായ ലക്ഷണങ്ങൾ നമുക്ക് കാണിച്ചു തരണമെന്നില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ശരീരമാസകലമുള്ള ഒരു വേദന ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നടുവേദന ആയിരിക്കാം, നിരന്തരമായി വരുന്ന നടുവേദന ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർവെർട്ടിബുലർ ഡിസ്ക് അതിനുണ്ടാകുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം, ചിലപ്പോൾ ശരീരത്തിലുണ്ടാകുന്ന തേയ്മാനമായിരിക്കാം. പലപ്പോഴും ഇത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമായി മാറുന്നത് ഒരുപക്ഷെ ഒരു ഹിപ്പിൻ്റെ ഫ്രാക്ചർ നടക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളുടെ തുടയലിൻ്റെ ഒരു പൊട്ടൽ നടക്കുമ്പോഴോ ആണ് പലപ്പോഴും ഇത് നമ്മളെ ഇമ്മൊബിലൈസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് പഠനങ്ങൾ പറയുന്നത് ഒരു 50-60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിൽ ഏകദേശം 35 മുതൽ 40% ആൾക്കാർക്കും അവരറിയുന്നില്ല അവർക്ക് ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോപീനിയ ഉണ്ട്. ഇതുമൂലം അഥവാ ഒരു ഹിപ്പ് ഫ്രാക്ചർ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ അതിൽ 30% പേർക്ക് മരണം വരെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് ഭയപ്പെടുത്തുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സാണ് നമുക്കെന്നുള്ളത്. പല ആൾക്കാരും പലപ്പോഴും വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ നമ്മളുടെ ഭക്ഷണത്തിൽ അത്യാവശ്യം നന്നായിട്ട് കാൽഷ്യം ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല മാർഗമായിട്ട് നമുക്കറിയാവുന്നത് പാൽ അതുപോലെ കുടിക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലുകളുടെ കാര്യത്തിൽ നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഈ ബോൺ മിനറൽ ഡെൻസിറ്റി അഥവാ BMD കുറഞ്ഞ് ഓസ്റ്റിയോപൊറോസിസും ഓസ്റ്റിയോപീനിയയും എന്തുമാത്രം ഗൗരവമുള്ളതാണ്, അത് ആർക്കൊക്കെയാണ് വരാൻ സാധ്യത കൂടുതലുള്ളത്, ഇത് നമ്മുടെ ജീവിതശൈലിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രക്ചറൽ ഓർഗനായിട്ടുള്ള ബോണിനെ ബലപ്പെടുത്താൻ നമ്മൾ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ചും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 30 വയസ്സ് കഴിഞ്ഞ ഒരാളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബോൺ മിനറൽ ഡെൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും എന്ത് ചെയ്യാൻ സാധിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിൽ പലരും പറയാറുണ്ട് നല്ല ഉരുക്ക് പോലുള്ള എല്ലുകളാണ്. ശരിയാണ്, എല്ലുകൾക്ക് നല്ല ഡെൻസിറ്റി ആവശ്യമാണ്. പക്ഷേ അമിതമായ ഡെൻസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലുകൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും, ബ്രിട്ടിലാവും. അതായത് ഒരേ സമയത്ത് എല്ലുകൾക്ക് സ്ട്രെങ്തും വേണം, ഫ്ലെക്സിബിലിറ്റിയും വേണം. എങ്ങനെയാണ് എല്ലുകൾക്ക് സ്ട്രെങ്ത് കിട്ടുന്നത്? എല്ലുകളിൽ സ്ട്രെങ്ത് ഉണ്ടാകുന്നത് എല്ല് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ധാതുക്കളാണ്, മിനറൽസാണ്. നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും കാൽഷ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസ്, അതുപോലെ തന്നെ ബോറോൺ, ലിത്തിയം തുടങ്ങിയിട്ടുള്ള വലിയൊരു ധാതു നിക്ഷേപം തന്നെ നമ്മുടെ ശരീരത്തിൽ എല്ലുകളിലുണ്ട്. ഏകദേശം 1000-ൽ പരം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കെമിക്കൽ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മിനറൽസ് എല്ലാം നമ്മുടെ ശരീരത്തിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലുകളിലാണ്. ഈ ധാതുക്കളാണ് എല്ലുകൾക്ക് സ്ട്രെങ്ത് കൊടുക്കുന്നത്. ഇനി എല്ലുകളിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എല്ല് നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ 50% പ്രോട്ടീനാണ്. അതിൻ്റെ പേരാണ് കൊളാജൻ. ഈ പ്രോട്ടീൻ കൊളാജൻ മാട്രിക്സ് ആണ് എല്ലുകളിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത്. അതായത് അത് പൊടിഞ്ഞു പോകാനും പാടില്ല, എന്നാൽ ബലം ഉണ്ടാകേണ്ടതുമുണ്ട്. ഈ ബോണിൻ്റെ മിനറൽസിൻ്റെ ഡെൻസിറ്റി കുറയുമ്പോഴാണ് ഓസ്റ്റിയോപീനിയയും ഓസ്റ്റിയോപൊറോസിസും ഉണ്ടാകും. അതായത് എല്ലുകളുടെ സാന്ദ്രത കുറയുന്നു. സംഭവിക്കുന്നത്, നമ്മളെ കാത്തിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ്. നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഇന്ന് ബോൺ മിനറൽ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം, ഏറ്റവും ഒരു ഗോൾഡൻ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഡെക്സാ സ്കാനാണ്. പക്ഷേ ഡെക്സാ സ്കാൻ കുറച്ച് എക്സ്പെൻസീവാണ്. സാധാരണ നമ്മളുടെയൊക്കെ റുട്ടീനുകാരായിട്ടുള്ള ടെസ്റ്റുകൾ അത് ഉപയോഗിക്കാറില്ല. പലപ്പോഴും ഡോക്ടർമാർ നമ്മളോട് ചെയ്യാൻ നിർദ്ദേശിക്കുന്നത് വളരെ ഗൗരവമുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ സംശയിക്കുമ്പോൾ മാത്രമാണ്. പക്ഷേ ബോൺ മാസ് ഡെൻസിറ്റിയിൽ നമ്മളുടെ സ്കോർ നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സ്ട്രക്ചറൽ സർട്ടിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ സാധാരണ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ ഒരു സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് പോലെ തന്നെ ഈ ബോൺ മാസ് ഡെൻസിറ്റി ഒരർത്ഥത്തിൽ നോക്കിയാൽ നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രക്ചറൽ സർട്ടിഫിക്കേഷൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് വളരെ നല്ലൊരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് പല പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ തന്നെ പെട്ടെന്ന് ബോൺ മാസ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ ഇന്ന് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബോൺ മിനറൽ ഡെൻസിറ്റി സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളത്? ഒരു കാര്യം മനസ്സിലാക്കുക, എൻ്റെയും നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും മികച്ച ബോൺ മിനറൽ ഡെൻസിറ്റി ഉണ്ടാകുന്ന പ്രായം ഒരു 25 മുതൽ 30 വയസ്സ് വരെയാണ്.
അപ്പോഴാണ് ഏറ്റവും പീക്ക് BMD ഉണ്ടാകുന്നത്. 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും റിസ്ക്കിലാണ്. ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ റിസ്ക് വരുന്നത് നമുക്ക് നോക്കാം. ഒരുപക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്ന 4 ഗ്രൂപ്പുകളാണ് ഇതിന് ഏറ്റവും കൂടുതൽ റിസ്ക്കിലുള്ളത്. 1, അമിതമായി മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാർ. 2, സ്മോക്കിംഗ് ഉള്ള ആൾക്കാർ. 3, ഫോസ്ഫോറിക് ആസിഡുകൾ കലർന്ന കാർബണേറ്റഡ് ഡ്രിങ്കുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്കാർ. അതുപോലെ തന്നെ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗറി ഫുഡ് കഴിക്കുന്ന ആൾക്കാർ. ഈ 4 കാറ്റഗറി ആൾക്കാർക്ക് പഠനങ്ങളെല്ലാം പറയുന്നത് ദേ ഹാവ് എ ഹൈ റിസ്ക് ഓഫ് ഹാവിങ് ഓസ്റ്റിയോപീനിയ ആൻഡ് ഓസ്റ്റിയോപൊറോസിസ്. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതിനു മുമ്പ് ഇതുപോലെ തരത്തിലുള്ള ബോൺ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഫാമിലി ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു പ്രത്യേക കാറ്റഗറി വളരെ മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള ആൾക്കാരാണ്. അതായത് ഈ ബോഡി മാസ് ഇൻഡെക്സ് ഒരു 17-18 ഉള്ള ശരീരത്തിൽ വളരെയധികം പേശികൾ കുറഞ്ഞ ആളാണ് എന്നുണ്ടെങ്കിൽ ഈ പേശികളുടെ കുറവ് എല്ലുകളുടെ ആരോഗ്യത്തെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അത്തരം ആൾക്കാർക്ക് ഓസ്റ്റിയോപീനിയ, ഓസ്റ്റിയോപൊറോസിസ്, അതുപോലെ ഹിപ്പ് ഫ്രാക്ചർ തുടങ്ങിയിട്ടുള്ള വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊന്ന്, എല്ലുകളുടെ നിർമ്മാണത്തിന് വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മിനറൽസ് ഉണ്ട്, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ഉണ്ട്. കാൽഷ്യം, മെഗ്നീഷ്യം, വൈറ്റമിൻ D, അതുപോലെ വൈറ്റമിൻ K2. ഇതിൻ്റെ കുറവ് നമ്മുടെ ഭക്ഷണത്തിലോ ശരീരത്തിലോ ഉണ്ടെങ്കിൽ അതും നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തെ ബാധിക്കാം. മറ്റൊന്ന്, വളരെ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർ, കാര്യമായിട്ടുള്ള വ്യായാമമൊന്നും ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലുകളുടെ ആരോഗ്യം മോശമായിരിക്കും. മറ്റൊന്ന്, നിരന്തരമായി ആവശ്യത്തിനും ഒരുപക്ഷെ അനാവശ്യത്തിനും ഉപയോഗിക്കുന്ന ചില മരുന്നുകളാണ്. അതിൽ ഏറ്റവും കൂടുതൽ എല്ലുകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു മരുന്ന് ആസിഡ് റിഫ്ലക്സിനും ഗ്യാസ്ട്രോ ഈസോഫാജൽ റിഫ്ലക്സ് ഡിസീസിനും വളരെയധികം ആൾക്കാർ വളരെ കാലഘട്ടത്തോളം ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഒന്ന്, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകൾ, അല്ലെങ്കിൽ H2 ബ്ലോക്കേഴ്സ് വരുന്ന മരുന്നുകൾ. ഒരുപാട് മരുന്നുകൾ വളരെ കാഷ്വലായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും ഈ മരുന്നുകൾ ഈ രോഗാവസ്ഥയെ ഒന്ന് കുറയ്ക്കുന്നതിന്, അതിനൊന്ന് മറികടക്കുന്ന നമ്മളെ സഹായിക്കുന്നുണ്ടാവും. പക്ഷേ കാൽഷ്യം, മെഗ്നീഷ്യം പോലുള്ള വളരെ പ്രധാനപ്പെട്ട മിനറൽസ് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ സ്റ്റൊമക്കിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് തീർച്ചയായിട്ടും ആവശ്യമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കുന്ന ഇത്തരത്തിലുള്ള മരുന്നുകൾ നമ്മളുടെ മിനറൽസിൻ്റെ അവൈലബിലിറ്റി കുറയ്ക്കുന്നു. മിനറൽസിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബോൺ ഡെൻസിറ്റിയെ ബാധിക്കും. അതുപോലെ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്ഥിരമായി ഇൻഹേലർ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഇൻഹേലർ വളരെ എസെൻഷ്യൽ ആയിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിൽ ഇമ്മ്യൂണോ സപ്രസൻസ് ഉപയോഗിക്കുന്നുണ്ടാവും, കോർട്ടിക്കോസ്റ്റീറോയിഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. സ്റ്റിറോയിഡുകൾ, നിരന്തരമായി സ്റ്റിറോയിഡ് ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലുകളുടെ ആരോഗ്യവും ഒരു റിസ്ക്കിലാണ്. അതുപോലെ ഒരു ചെറിയ ശതമാനമാണെങ്കിലും ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗുകൾ എല്ലുകളുടെ ആരോഗ്യത്തെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെ എല്ലുകളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് വലിയൊരു റിസ്ക് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. നമുക്ക് എല്ലുകളുടെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ ഓസ്റ്റിയോപീനിയ, ഓസ്റ്റിയോപൊറോസിസ് എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ബോൺ ഹെൽത്തിനെയും ബോൺ ഡെൻസിറ്റിയെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്ന് നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റികളും മൂവ്മെൻറ്റുകളുമാണ്. അതായത് എക്സസൈസാണ്. ഒരുപക്ഷെ നടത്തമാവാം, ഓട്ടമാവാം, സ്വിമ്മിങ് ആവാം, സൈക്ലിംഗ് ആവാം. ഇതൊക്കെ തന്നെ നമ്മൾ നല്ല വ്യായാമങ്ങളുടെ പട്ടികയിൽ പെടുത്തിയിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇതൊന്നും കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും നമ്മുടെ ബോൺ ഹെൽത്തിന് ഉണ്ടാക്കാറില്ല. ബോൺ ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങുകളാണ്. അതായത് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന എക്സസൈസുകളാണ്. അതായത് വെയ്റ്റ് ബെയറിങ് എക്സസൈസാണ്. ഇപ്പോൾ പവർ ലിഫ്റ്റിങ്ങും അതുപോലെ തന്നെ സ്ട്രെങ്ത് ട്രെയിനിങ്ങും പോലുള്ള വ്യായാമങ്ങൾക്ക് മാത്രമേ നമ്മുടെ ബോണിൻ്റെ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കൂ. നമ്മൾ പേശികൾക്ക് വളരെയധികം ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വ്യായാമം ചെയ്യുമ്പോൾ ആ സമയത്തുണ്ടാക്കുന്ന ഈ ബയോ മെക്കാനിക്കൽ സ്റ്റിമുലൈ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മളുടെ എല്ലുകളിലെത്തി ആ എല്ലുകളിൽ ഒരു ബയോ കെമിക്കൽ പ്രോസസ്സിന് അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ പേശികളിൽ ഉണ്ടാകുന്ന വേദന അല്ലെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന ബലം നമ്മുടെ എല്ലുകളിൽ നേരിട്ടാണ് സ്വാധീനിക്കുന്നത്. ഒരു സ്ക്വാറ്റിംഗ് എക്സസൈസ് ആവാം, അല്ലെങ്കിൽ ഡെഡ് ലിഫ്റ്റ് ആവാം, അല്ലെങ്കിൽ ബെഞ്ച് പ്രസ് ആവാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഹൈ ഇമ്പാക്റ്റ് വരുന്ന ചില സ്പോർട്സുകളാവാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫുട്ബോളോ അല്ലെങ്കിൽ മിക്സഡ് മാർഷൽ ആർട്സോ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ബോൺ ഡെൻസിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒന്നാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നിങ്ങളുടെ നിലവിലത്തെ എക്സസൈസിനോടൊപ്പം നിങ്ങളുടെ
ബോണിൻ്റെ ഹെൽത്തിനും കൂടെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നല്ല വെയ്റ്റ് ബെയറിങ് എക്സസൈസുകളിലോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ ബോൺ ഹെൽത്തിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കൂ. ചുരുക്കി പറഞ്ഞാൽ എല്ലുകളുടെ ആരോഗ്യത്തിലോട്ട് എത്തിച്ചേരാനുള്ള എളുപ്പമാർഗം പേശികൾ വഴി തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എല്ലുകളുടെ പ്രധാനപ്പെട്ട നല്ല 2 നിർമ്മാണ വസ്തുക്കളുടെ അബൻഡൻ്റ് ആയിട്ടുള്ളൊരു അവൈലബിലിറ്റിയാണ്. അതിലൊന്ന് പ്രോട്ടീനാണ്. എല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീൻ കൊളാജനാണ്. കൊളാജൻ നിർമ്മിക്കാൻ വേണ്ട അടിസ്ഥാന അമിനോ ആസിഡ്സ് നൽകുന്ന എന്തും എല്ലുകളുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിന് നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണത്തെക്കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. എഗ്ഗാണ്. എഗ്ഗിൽ ഏറ്റവും കൂടുതൽ കൊളാജൻ അടങ്ങിയിരിക്കുന്നത് ആ മുട്ടയുടെ പുറത്തുള്ള പാടയിലാണ്. തോടിലല്ല, പാടയിലാണ്. പൊതുവേ ഞാൻ പാട അധികം കഴിക്കാറില്ല. പക്ഷേ മുട്ടയുടെ പാട നല്ല കൊളാജൻ്റെ സോഴ്സാണ്. അതോടൊപ്പം തന്നെ എഗ്ഗിലുമുണ്ട് കൊളാജൻ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പോഷകവസ്തുക്കൾ. അതുപോലെ ഫിഷ് ആവാം, ചിക്കൻ ആവാം, ബീഫ് ആവാം. ബോൺ ബ്രോത്തുകൾ നമ്മൾ സാധാരണ അങ്ങനെ ഉപയോഗിക്കാറില്ല. ബോൺ ബ്രോത്തുകൾ കൊളാജൻ്റെ നല്ല സോഴ്സാണ്. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഫുഡുകളായിട്ടുള്ള പയറ്, കടല, അതുപോലെ നട്ട്സുകൾ, പാൽ ഉൽപ്പന്നങ്ങൾ എല്ലാം ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്. നമ്മുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ സാധിച്ചാൽ, കണക്കുകൾ പറയുകയാണെങ്കിൽ ഒരു 1.6 to 2.2 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് ഉണ്ടെന്ന് സാധിച്ചാൽ നമ്മുടെ ശരീരം തന്നെ എല്ലുകൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കൊളാജൻ നിർമ്മിച്ചോളും. മറ്റൊരു റോ മെറ്റീരിയൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിനറൽ കോംപ്ലക്സ് ആണ്. മിനറൽ വൈറ്റമിൻ കോംപ്ലക്സ് ആണ്. വേണമെങ്കിൽ ഒരു മൈക്രോ ന്യൂട്രിയൻ കോംപ്ലക്സ് എന്ന് വിളിക്കാം. 4 പ്രധാനപ്പെട്ട പോഷകങ്ങളാണ്. ഒന്ന് കാൽഷ്യം, 2 മെഗ്നീഷ്യം, മറ്റൊന്ന് വൈറ്റമിൻ ഡി, മറ്റൊന്ന് D3, വൈറ്റമിൻ K2. ഈ 4 പോഷകങ്ങൾ എല്ലുകളുടെ ആരോഗ്യത്തെ സ്വാധീനിക്കും. ഭാഗ്യവശാൽ ഈ 4 പോഷകങ്ങളും കിട്ടുന്നത് ഏറെക്കുറെ ഒരു ഗ്രൂപ്പ് ഓഫ് നമുക്ക് പറയാവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫുഡ് എന്നാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ആണ്. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് വെച്ച് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. അത് ഇത്ര തന്നെയാണ്: പാല് വളരെ നല്ലതാണ്, പാല് കുടിച്ചാൽ എല്ലുകളുടെ ആരോഗ്യവും പല്ലുകളുടെ ആരോഗ്യവും മെച്ചപ്പെടും തന്നെയാണ്. പക്ഷേ ഇത് പലപ്പോഴും പഠനങ്ങൾ എഗ്രി ചെയ്യുന്നില്ല. പാലിനെ സംബന്ധിച്ചും പാല് നമ്മളുടെ എല്ലുകളുടെ ആരോഗ്യത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള പ്രശസ്തരായ 2 പേരുണ്ട്. ഡോക്ടർ വാൾട്ടർ വില്ലറ്റ്, അതുപോലെ ഡോക്ടർ ഡേവിഡ് ലഡ്വിഗ്. ഇവരുടെ 2 പേരുടെയും വളരെ ശ്രദ്ധേയമായൊരു പഠനം ന്യൂ ഇംഗ്ലണ്ട് ജേർണലിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ പഠനത്തിൻ്റെ റിസൾട്ട് ഇതാണ്: ഏറ്റവും കൂടുതൽ ഹിപ്പ് ഫ്രാക്ചർ കാണുന്ന സമൂഹം ആരാണെന്ന് ചോദിച്ചാൽ കൂടുതലും മിൽക്ക് ആസിഡ് കുടിക്കുന്ന ആൾക്കാരിലാണ്. പലപ്പോഴും പാല് നമ്മളുടെ ദഹനവ്യൂഹത്തിന് പറ്റിയതല്ല എന്ന് പലപ്പോഴും ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും പലർക്കും ഇപ്പോഴത് ദഹിച്ചിട്ടില്ല എന്നുള്ള കാര്യം വസ്തുതയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളെ സംബന്ധിച്ച് ഒരു കൾച്ചറലായിട്ടും ഒരു ട്രഡീഷണലായിട്ടും പാല് കുടിക്കുന്നതിന് ഭയങ്കര സ്വാധീനമുണ്ട്. കുറച്ചുകൂടി മികച്ചത് മിൽക്ക് ഫെർമെൻ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ. അതിപ്പോൾ ബട്ടർ ആവാം, ചീസ് ആവാം, ഗീ ആവാം. അതുപോലെ തന്നെ മുള്ളുകളോട് കൂടിയ ചെറിയ മത്സ്യങ്ങൾ, അതുപോലെ ഡ്രൈഡ് ഫിഗ് ഒരു എക്സലൻറ്റ് സോഴ്സ് ഓഫ് കാൽഷ്യമാണ്. അതുപോലെ സോയ മിൽക്കും ടോഫുവും ഇന്ന് വളരെ പോപ്പുലറാണ് മാർക്കറ്റിൽ. അതുപോലെ ആൽമണ്ട്സ്, സെസമി സീഡ്സ് അതായത് എള്ള്, അതുപോലെ തന്നെ പംകിൻ സീഡ്സ്, ഷിയ സീഡ്സ്, ഇലക്കറികളായിട്ടുള്ള ചീര, സ്പിനാഷ്, ബ്രോക്കോളി, മഷ്റൂംസ്, മെഗ്നീഷ്യത്തിന് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് തുടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് യഥേഷ്ടം കാൽഷ്യവും മെഗ്നീഷ്യവും വൈറ്റമിൻ ഡിയും വൈറ്റമിൻ കെയും കിട്ടും എന്നാണ് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാവുന്നത്. പക്ഷെ ഒരു വിഷയമുണ്ട്: നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വളരെ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഈ പറയുന്ന 4 മൈക്രോ ന്യൂട്രിയൻറ്റുകളും കിട്ടാൻ അത്ര എളുപ്പവുമല്ല. ഞാനതുകൊണ്ട് സാധാരണ എൻ്റെ പേഴ്സണൽ ഹെൽത്തിലും എൻ്റെ ക്ലയൻസിനടുത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഫുഡ് ഷുഡ് ബി ദ ഫസ്റ്റ് സോഴ്സ്. പക്ഷേ അതോടൊപ്പം ഒരു ജുഡീഷ്യസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസിൻ്റെ ഒരു സപ്ലിമെൻറ്റോട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സെക്യൂർ ചെയ്യാൻ സാധിക്കും. ഇന്ന് ന്യൂട്രീഷൻ സയൻസിൽ ഈ പറയുന്ന 4 മൈക്രോ ന്യൂട്രിയൻസിൻ്റെ വളരെ എഫക്റ്റീവായിട്ടുള്ള കോമ്പിനേഷൻ ഫോർമാറ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ കാൽഷ്യം കാർബണേറ്റ് ആവാം, അല്ലെങ്കിൽ കാൽഷ്യം സിട്രേറ്റ് ആവാം, മെഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് ആവാം, മെഗ്നീഷ്യം L-ത്രിയോണൈറ്റ്, അതുപോലെ തന്നെ മെഗ്നീഷ്യത്തിൻ്റെ സിട്രേറ്റ്, സ്പെസിഫിക് ആയിട്ടുള്ള വൈറ്റമിൻ K2, വൈറ്റമിൻ D3, ഇതിൻ്റെ എല്ലാം കൂടെ നല്ലൊരു സെലക്റ്റഡ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ നല്ല ഡയറ്റിനോടൊപ്പം കമ്പൈൻ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ
ബോണിൻ്റെ ഹെൽത്ത് അതുപോലെ ബോണിൻ്റെ റെഗുലറായിട്ടുള്ള നിർമ്മാണം നമുക്ക് അഷ്വർ ചെയ്യാൻ സാധിക്കും. എല്ലുകളുടെ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ പ്രത്യേക പരിഗണന കൊടുക്കേണ്ട ഒരു വിഭാഗമുണ്ട്, അത് സ്ത്രീകളാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ 3ആണ്. ഒന്നാമത്തെ കാരണം പ്രഗ്നൻസിയാണ്. അതായത് ഗർഭധാരണ സമയത്ത് കുട്ടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം ധാതുക്കൾ ആവശ്യമാണ്. പഠനങ്ങൾ പറയുന്നത് ഒരു പ്രഗ്നൻസി കഴിയുമ്പോഴത്തേക്കും ഏകദേശം ആ സ്ത്രീയുടെ BMD 15% കുറവുണ്ടാവും. ഏകദേശം ഓരോ ദിവസവും 500 മില്ലിഗ്രാമോളം മിനറൽസ് കുട്ടിയുടെ വളർച്ചയ്ക്ക് അമ്മയുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളുടെ പ്രസവം കഴിയുമ്പോൾ അവരുടെ ബോൺ ഹെൽത്ത് ഒരു 15% ഡിക്ലൈൻ ഉണ്ടാകും. മറ്റൊന്ന് ഫീഡിംഗ് ആണ്. പാലുണ്ടാകാനായിട്ട് ഇഷ്ടംപോലെ കാൽഷ്യം ആവശ്യമാണ്. അപ്പോൾ അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് നന്നായിട്ട് കാൽഷ്യം നഷ്ടപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറഞ്ഞത് കുട്ടിക്ക് കൊടുക്കുന്ന പാലാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ജീവിതാവസ്ഥ ഈ പെരിമെനോപോസ് ആൻഡ് മെനോപോസാണ്. സ്ത്രീകളുടെ ആരോഗ്യത്തിൽ എല്ലുകളിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന ഒരു ഹോർമോൺ ഈസ്ട്രജനാണ്. നമ്മൾ നേരത്തെ സംസാരിച്ച ഓസ്റ്റിയോക്ലാസ്റ്റ്, അതായത് എല്ലുകളുടെ ബ്രേക്ക് ഡൗണിന് ഒരു കൺട്രോൾ കൊടുക്കുന്നത് ഈസ്ട്രജനാണ്. പെരിമെനോപോസിലും മെനോപോസിലും സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രജനിൽ ഗണ്യമായ കുറവുണ്ടാവും. അപ്പോൾ സംഭവിക്കുന്നത് ബോണിൻ്റെ ബ്രേക്ക് ഡൗൺ വർദ്ധിക്കുന്നു. പലപ്പോഴും സംഭവിക്കുന്നത് സ്ത്രീകളുടെ ബോൺ മിനറൽ ഡെൻസിറ്റിക്ക് കാര്യമായ കുറവ് മെനോപോസിനുണ്ടാവും. പലപ്പോഴും പല സ്ത്രീകളും പറയുന്ന ശരീരവേദന, നടുവേദന, മുട്ടുവേദന, ഫ്രോസൺ ഷോൾഡേഴ്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ് ഡെഫിനറ്റ്ലി ഈ പറയുന്ന ഈസ്ട്രജൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. മെനോപോസ് സ്ത്രീകളെ ബോണിനെ മാത്രമല്ല ബാധിക്കുന്നത്. ബോണിനെ ബാധിക്കും, ബ്രെയിനിനെ ബാധിക്കും, ഹാർട്ടിനെ ബാധിക്കും, മസിൽസിനെ ബാധിക്കും. പക്ഷെ പലപ്പോഴും കൂടുതൽ ആദ്യം അറിയുന്നത് ബോൺ ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പലപ്പോഴും സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട പരാതി ബോൺ റിലേറ്റഡ് ആയിട്ടുമായിരിക്കും. ബട്ട് ഇറ്റ് ക്യാൻ ബി എ പാർട്ട് ഓഫ് ദ ഹോൾ പെരിമെനോപോസ് ഓർ മെനോപോസ് കണ്ടീഷൻ. അതിനെ വിളിക്കുന്നത് മസ്കുലോ സ്കെൽറ്റൽ സിൻഡ്രോം എന്നാണ്. ഏറ്റവും കൂടുതൽ ബോൺ റിലേറ്റഡ് ഇഷ്യൂസ് അനുഭവിക്കുന്നതും അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ തന്നെയല്ലേ. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ബോൺ ഹെൽത്തിനെ കുറിച്ചിട്ടാണ്. നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ ശരീരം എങ്ങനെ കാലറി വിനിയോഗിക്കുന്നു, നമ്മുടെ ശരീരം എങ്ങനെ കാലറി കത്തിക്കുന്നു. ഒരു പക്ഷേ ഇതുപോലത്തെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ മിസ്സാകാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു നല്ലൊരു കാര്യം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്നുള്ളതാണ്. സോ കാലറി എങ്ങനെ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മീറ്റ് ചെയ്യാം.